ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി ഇന്ത്യ. ലംഘനങ്ങളെ ഗൌരവത്തോടെ കാണുന്നതായും സ്ഥിതി ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായതിനെ തുടർന്ന് അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുമെന്ന് സൈന്യം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങളും ദേശീയ നേതാക്കളും. ഇത്തവണ കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. പ്രതീക്ഷിച്ചതിനും 5 ദിവസം മുൻപ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് ചർച്ച നടത്തുമെന്ന് BCCI. വാർത്തകൾ വിശദമായി. ഇന്നലെയുണ്ടായ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി ഇന്ത്യ. ഈ ലംഘനങ്ങളെ വളരെ ഗൌരവമായി കാണുന്നുവെന്നും സായുധ സേന ഉചിതമായ മറുപടി നൽകുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുന്നതിനും സ്ഥിതി ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായി ശ്രീ മിസ്രി അറിയിച്ചു. For the last few hours, there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. ഇന്ത്യ പാക് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായതിനെ തുടർന്ന് കനത്ത ജാഗ്രതയിൽ സൈന്യം. വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനം ആരംഭിച്ചത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെ രാത്രി ഡ്രോൺ സാന്നിധ്യമുണ്ടായതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തി ജില്ലകളിൽ ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംസ്ഥാന സർക്കാർ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മുതലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഉച്ചകഴിഞ്ഞ് 3:35 പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയുമായി സംസാരിച്ചിരുന്നു. ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്താൻ ധാരണയായിരുന്നു. നാളെ DGMO തലത്തിൽ വീണ്ടും ചർച്ച നടക്കാനിരിക്കെയാണ് വെടിനിർത്തൽ ലംഘനമുണ്ടായത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി. ജാഗ്രത പുലർത്താനും അതിർത്തിയിൽ വെടിവയ്പ് ഉണ്ടാകുന്ന പക്ഷം സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കാനും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്നലെയുണ്ടായ വെടിനിർത്തൽ ധാരണയിൽ ഉറച്ചു നിൽക്കുമെന്നും അതേസമയം സംഘർഷങ്ങളോട് ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷം സൈനിക ഉദ്യോഗസ്ഥരായ സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, രഘു നായർ എന്നിവർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും വിവരങ്ങൾ വസ്തുനിഷ്ഠമായി പ്രസ്താവിക്കേണ്ടത് സൈന്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും സൈനിക വക്താക്കൾ പറഞ്ഞു. സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവരോട് ധാരണ പാലിക്കാൻ നിർദ്ദേശിച്ചതായും ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ നേരിടാൻ സേന സർവ്വസജ്ജമാണെന്നും കമാൻഡർ രഘു നായർ അറിയിച്ചു. Whilst we will be adhering to the understanding that has been reached today, that is the Indian Army, the Indian Navy and the Indian Air Force, we remain fully prepared and ever vigilant and committed to defending the sovereignty and integrity of the motherland. Every misadventure by Pakistan has been met with strength, and every future escalation will invite a decisive response. We remain fully operationally ready to launch whatever operations may be required in defense of the nation. സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ ഒഴികെയുള്ളവയിൽ സിവിൽ ഡിഫൻസ് എയർ റെയ്ഡ് സൈറൺ ശബ്ദം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. സൈറൺ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വ്യോമാക്രമണ സൈറണുകളോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം കുറയ്ക്കുമെന്നും യഥാർത്ഥ വ്യോമാക്രമണ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിലവിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനും സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഇതെന്ന് ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. ലോകരാജ്യങ്ങളും ദേശീയ നേതാക്കളും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്യുന്നതായി UKയും അറിയിച്ചു.
സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ തുടരാൻ ഇരു രാജ്യങ്ങളോടും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അഭ്യർത്ഥിച്ചു. ഇന്ത്യയും പാകിസ്ഥാൻ സംഘർഷത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളെന്ന വ്യാജേന നിരവധി ഗെയിമിംഗ് വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. അത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രാജ്യരക്ഷാ മന്ത്രിയുടെ ഓഫീസ് സിവിൽ തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള വാട്സ്ആപ്പ് സന്ദേശവും വ്യാജമാണെന്ന് PIB പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998-ൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ വിജയകരമായി ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഇത്തവണ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രതീക്ഷിച്ചതിനും 5 ദിവസം മുൻപ് ഈ മാസം 27-ന് മൺസൂൺ തീരം തൊടുമെന്നാണ് സൂചന. രാജ്യത്ത് കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാനും സംഭരണികളിലെ ജലനിരപ്പ് മെച്ചപ്പെടുത്താനും നേരത്തെയുള്ള മൺസൂൺ സഹായിക്കാറുണ്ട്. ഇത്തവണത്തെ മൺസൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇക്കുറി മെച്ചപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ മാസം 14 മുതൽ 20 വരെ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. +1 ക്ലാസുകൾ ജൂൺ 18-ന് ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ നടപടിയുടെ ഭാഗമായുള്ള പനി സർവേ പുരോഗമിക്കുന്നു. അതേസമയം നിപ ബാധിച്ച വാളാഞ്ചേരി സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 5 പേരും ചികിത്സയിലാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ഇന്ന് രാവിലെ പുറപ്പെട്ടു. 170 തീർത്ഥാടകരുമായാണ് വിമാനം പുറപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 82 സ്ത്രീകളും 88 പുരുഷന്മാരുമായി രാവിലെ 4 മണിയോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് രാത്രി 7:30-നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഹജ്ജ് യാത്രികരുമായി ജിദ്ദയിലേക്ക് പുറപ്പെടുന്നുണ്ട്. 4800-ലേറെ തീർത്ഥാടകരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. കോഴിക്കോട് വിമാനത്താവളം വഴി ബുക്ക് ചെയ്ത 500ഓളം പേരും ഇതിൽ ഉൾപ്പെടും. ഈ മാസം 29 വരെ 28 സർവീസുകളാണ് ഹജ്ജ് യാത്രികർക്കായി എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് ചർച്ച നടത്തുമെന്ന് BCCI ഉപാധ്യക്ഷൻ രാജീവ് ശുക്ല. വെള്ളിയാഴ്ചയാണ് IPL നിർത്തിവയ്ക്കാൻ BCCI തീരുമാനിച്ചത്. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി തുടരുന്നതായും എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാന സമയങ്ങളിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും വിമാനസമയം സംബന്ധിച്ച് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രികർക്കായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ഇന്ന് ഒമാനിൽ ആണവ ചർച്ച നടത്തും. അടുത്തയാഴ്ച 3 അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന US പ്രസിഡന്റ് ടെഹ്റാനുമായി കരാറിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹാബിറ്റാറ്റ് ലൈബ്രറി ആൻഡ് റിസോഴ്സ് സെന്റർ ഓഫ് ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്ററിന്റെ ഭാരത് ബോധ് കേന്ദ്രം കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക നാഗരിക പൈതൃകത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി ഇന്ത്യ. ലംഘനങ്ങളെ ഗൌരവത്തോടെ കാണുന്നതായും സ്ഥിതി ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായതിനെ തുടർന്ന് അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുമെന്ന് സൈന്യം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങളും ദേശീയ നേതാക്കളും. ഇത്തവണ കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. പ്രതീക്ഷിച്ചതിനും 5 ദിവസം മുൻപ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് ചർച്ച നടത്തുമെന്ന് BCCI. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:20-ന്.